രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേനും വരും. രാവിലെ വൈകിട്ടും വരും. വരുമ്പോൾ ഞാൻ കടലയോ കപ്പലിൻ്റെ എന്തെങ്കിലും മേടിച്ച് വെച്ചേക്കും. അത് ഇതുപോലെ കൈയുടെ വെള്ള വാടാ പണിയുണ്ടെന്ന് പറയും. അത് വന്ന് കൊത്തി തിന്നും. എന്നിട്ട് അമ്പലത്തിലോട്ടങ്ങ് പോകും. ഇപ്പം ഇച്ചിരി മുമ്പ് ഇവിടെ വന്നു. അന്നേരം കടലയില്ല. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. എപ്പോഴെങ്കിലും വന്നാൽ കാലത്തും വൈകിട്ടും തിന്നേ പോവും. ചിലപ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ കാണും, ചിലപ്പോൾ ആരും കാണിയല്ല. എന്നാലും വരും. വന്ന് ഞാൻ മാറ്റി കൊടുക്കും. ഉണ്ട്, അത് വരത്തില്ല. നമ്മൾ വിളിച്ചാൽ ഇവിടെയൊക്കെ വന്നിരിക്കും. ഇതേ വരത്തുള്ളൂ. വേറെ ഒന്നും വന്ന് ഇതുപോലെ കൊത്തി തിന്നാൻ വരത്തില്ല. കൊച്ചു കൊച്ചു കോഴിക്കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് വരുന്നത്. വന്ന് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ടും വളർന്നു വന്ന് വീട്ടിൽ മുറ്റത്ത് എല്ലായിടത്തും കയറി. നമ്മൾ കോഴി വളർത്തുന്ന പോലെ വീട്ടിൽ മുറ്റങ്ങളിലും എല്ലാം കയറി വന്ന് ആഹാരം കഴിക്കും. നമ്മൾ എന്തുകൊണ്ടും എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതിനെപ്പറ്റി നമ്മൾക്ക് നാട്ടിൽ നല്ല അഭിപ്രായമാണ്. ആർക്കും ഒരു ദോഷവുമില്ല, ഒന്നുമില്ല. ആർക്കും ഒരു ഉപദ്രവവും ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും മംഗളമാണ്. യാതൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് ഈ നാട്ടിൽ തന്നെ ആവശ്യം പോലെ ഉണ്ട്. എല്ലാ സ്ഥലവും വീട്ടിൻ്റെ മണ്ടയ്ക്ക് കഴിഞ്ഞാൽ ആടുന്ന് കാണാം എന്നുള്ളതുപോലെ. ഈ നമ്മുടെ മയിൽ ആടുന്ന കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആ താളം കുട്ടം കുടിച്ചിട്ട് ആടുന്നില്ലയോ അതുപോലെ ആടുന്നുണ്ട്. നമ്മളെ വീട്ടിൽ മയിൽപ്പീരിയും ശരിക്കിരിപ്പുണ്ട്. വീട്ടിൽ ഈ കുറഞ്ഞതിന് ശേഷം മയിൽപ്പീരി കുറേ മയിൽപ്പീരി തലവിലുണ്ട്. ആ മയിൽപ്പീരും അതിനാവശ്യം പോലെ വരച്ചിട്ടുണ്ട് വീട്ടിൽ ഇങ്ങോട്ടേക്ക്. പക്ഷെ ഇതിനെ ഉടുത്തേക്കാണ് യാതൊരു കുഴപ്പമില്ല. അത് കൈ കടല വെച്ച് കൊടുത്താൽ തിന്നും. അത് ഭയങ്കര ഇണക്കമാണ്. എത്ര പേര് ഇന്നാലും ശരി അവൻ ഇവിടെ വരും. എത്ര പേര് വരുന്നോട്ടെ. പേര് മണികണ്ഠൻ എന്നാണ് വിളിക്കുന്നത്. മണികണ്ഠൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അന്നേരം വരും. എല്ലാവരും ഒട്ടും അടുപ്പം. അതിന് പേടിയേ ഇല്ല. സാധാരണ മയിൽ ഇങ്ങനെ വരാറില്ല. ഇത് രാവിലെ വൈകിട്ടും. അല്ലാത്ത സമയങ്ങളിൽ കാണത്തില്ല. അത് കടല കൊടുക്കും, കപ്പലണ്ടി കൊടുക്കും. ഏറ്റവും ഇഷ്ടം ഈ വെള്ളക്കടലയാണ്. കയ്യിൽ നിന്ന് ഇവിടെ ഉള്ളവരെല്ലാവരുടെ പേരിട്ടേക്കുന്ന മണികണ്ഠൻ എന്നാ. എന്നും എപ്പോഴും കാണും ഇവിടെ. നമുക്ക് രാവിലെ വൈകിട്ട് എപ്പോഴും കാണും. ഇവിടെ ഞങ്ങൾ തീറ്റ കൊടുക്കും.